എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പാർ പൊടി ഒന്നും തന്നെ ചേർക്കാതെ തനി നാടൻ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്നോട് ചോദിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള പ്രിയങ്കയാണ്. അപ്പോൾ അത് ആ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും പറയാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലായതുകൊണ്ട് കുക്കറൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മസൂർ ദാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തുവരപ്പരിപ്പായാലും കഴുകിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടത്. പിന്നെ എരിവിന് ആവശ്യമുള്ള 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതിന് പകരം കുമ്പളങ്ങയായാലും ചേർത്ത് കൊടുക്കാം, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നികക്കെ വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചിട്ടൊന്ന് വിസിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല മഷി പരുവത്തിന് നമുക്കിത് അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇത് പൊടിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 5-6 ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടി പോകേണ്ട, അപ്പോൾ ഒരു കയ്പ്പരസം വരും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി ഒന്നും കരിഞ്ഞു പോകരുതേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം വേണം നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളാംശം ഇല്ലാതെ വേണം നന്നായിട്ട് തുടച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വറുത്തെടുത്തതെന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടിത് നല്ല ഫൈനായിട്ട് നല്ല മഷിപ്പരുവത്തിന് അരച്ച് കിട്ടും. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് അതവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയി ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞരിച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതേപോലെ ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്കൊരു 5-6 വെണ്ടയ്ക്കയും ഒരു മുരിങ്ങാക്കോലും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 ടേബിൾ സ്പൂൺ
കായത്തിൻ്റെ പൊടി നിങ്ങൾക്ക് എത്ര ഫ്ലേവർ വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇവിടെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കായത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ പച്ചക്കറി അതിൻ്റെ കൂട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കാരണം ഈ മുരിങ്ങാക്കോലൊന്ന് വെന്ത് വരണമല്ലോ. അതേപോലെ വെണ്ടയ്ക്കൊക്കെ അധികം വേവില്ല, പക്ഷെ ഇത് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇവിടെ എല്ലാവരും നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പാകം നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് കുറുകിയിരിക്കുന്ന സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിന് എടുക്കുക. അതല്ല ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കുക. നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള പാകത്തിന് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആ പാകത്തിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിന് ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തനി നാടൻ വറുത്തരച്ച സാമ്പാർ പൊടി ഒന്നും ചേർക്കാത്ത നാടൻ സാമ്പാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്